ഹലോ. ഇന്ന് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടാം. നമ്മളെല്ലാവരും ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇപ്പം ആമസോൺ പേ, അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല മികച്ചതും അതുപോലെ തന്നെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒന്ന് ഫോൺ പേ, അതുപോലെ ഭീം ആപ്ലിക്കേഷൻ. നമ്മളെല്ലാവരും ജി പേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ജി പേയിൽ അതായത് ഗൂഗിൾ പേയിൽ ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നാപ്പിയാണ്, എല്ലാം ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇനി അതിനകത്ത് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫോൺ പേ നോക്കിയാലും ക്യാഷ് ബാക്ക് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ സ്മൂത്ത്നെസ് കൂടുതൽ, അതായത് എല്ലാ ഫീച്ചേഴ്സും ഒരു കുട കീഴിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും പഴയ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഈ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടെന്ന്. നേരത്തെ ഉണ്ടായിരുന്ന ആ സ്പോൺസേർഡ് ലിങ്ക്സ് കാര്യങ്ങളെല്ലാം നേരെ താഴേക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉണ്ടായിരുന്നതെല്ലാം മാറ്റി ഇപ്പം പുതിയതായിട്ടൊന്ന് റീവാമ്പ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ഇപ്പം മൊബൈൽ നമ്പർ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ട് മാറ്റണം, ബാലൻസ് ചെക്ക് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഫ്രണ്ടിൽ ആ ഒരു ഇൻ്റർഫേസിലുള്ളത്. പിന്നെ നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് പിന്നെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് റീചാർജ്, ലോൺ, ഇൻഷുറൻസ്, അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, ട്രാവലിംഗ്, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മറ്റ് ആപ്ലിക്കേഷൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ മികച്ച ഒരു ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ നമുക്ക് ആ ജി പേയിലുണ്ടായിരുന്ന, അതായത് ഗൂഗിൾ പേയിലുണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിനകത്ത് ഇവർ ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഇത് കുറച്ച് കളക്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് വാരി വിതറിയിട്ടിട്ട് എന്നാൽ ഉപയോഗമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതൊന്ന് റീവാമ്പ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് അവരിത് കസ്റ്റമൈസ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4, 5 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതിനേക്കാട്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ആ 3 ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഭീം ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ അത് ഗവൺമെന്റിന് തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതില് ഈ പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെ ആമസോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോംസിന്റെ അതേക്കാൾ ഉപരി കുറച്ചും കൂടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഈ വിം ആപ്ലിക്കേഷനിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ കാണാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് അവർ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള പോലെ ഓഫേഴ്സും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും കൂടുതൽ കിട്ടുമെന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമുക്ക് വേണ്ട റിവാർഡ്സ് അല്ലെങ്കിൽ ഓഫേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഓഫർ സോണിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പൈസ സെൻഡ് ചെയ്യാനും നമുക്ക് പൈസ റിസീവ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സർക്കിൾ അല്ലെങ്കിൽ അപ്രൂവ് ടു പേ, ബിൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് IPO കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷനേക്കാളുപരി ഇതിന് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ പല ആപ്ലിക്കേഷൻസിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഈസി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബിം ആപ്ലിക്കേഷൻ നമുക്ക് ഈ സ്മാർട്ട് ഫോണുകളിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺസ് ഇല്ലാത്തവർക്ക് *99# എന്ന ഒരു കോഡ് ഉപയോഗിച്ച് ഫീച്ചർ ഫോണിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ, അതായത് ബിമ്മിൻ്റെ ഉപയോഗം വരുത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.